പറഞ്ഞു വന്നത് പെർഫോമൻസ് റൗണ്ട് ആണ് വരുന്നത്. നമ്മുടെ ഗൗതമിക്കുട്ടി എത്താണ്. വെൽക്കം ഗൗതമിക്കുട്ടി ഓൺ സ്റ്റേജ്. ഗൗതു, ഞാൻ അറിഞ്ഞു കാലില് കുറച്ച് സ്പ്രെയിൻ ആയെന്നൊക്കെ. ഞാൻ അവിടുന്ന് ഒരു മന്ത്രം എവിടുന്നായിരുന്നു ഫ്രാൻസേ? അമേരിക്ക. നമ്മൾ ലോസ് ഏഞ്ചൽസിൽ നിന്നായിരുന്നു. കറക്റ്റ്. ലോസ് ഏഞ്ചൽസിൽ നിന്ന് ഒരു സാധനം എടുത്ത് ഒരൊറ്റ കീറ് വെച്ചു കൊടുത്തു. രാത്രി 12 മണിക്ക്. കാലത്ത് എണ്ണീറ്റപ്പോ കാല് റെഡിയായി. അപ്പൊ മോക്ക് എല്ലാം ക്ലിയർ ആയില്ലേ? എനിക്കൊരു കാര്യം പറയണ്ട. ഒരു കടം ബാക്കിയുണ്ട്. ബാക്കിയുണ്ട് ഹേന്നോ? എനിക്ക് പറയൂ, കുഴപ്പമില്ല. എന്റെ തേരോട്ടം ശരവണ തേരോട്ടം എന്നുള്ള സോങ്ങിന് MG അങ്കിൾ പറഞ്ഞു നമുക്ക് ഡ്യുവറ്റ് പാടാം. എന്നിട്ട് MG അങ്കിൾ മുങ്ങി. അത് കഴിഞ്ഞ് ഞാനത് ഒരു സംഭവത്തില് സൂചിപ്പിച്ചു. താമരക്കുരുവിക്ക് ആ സോങ്ങില് ഞാൻ പറഞ്ഞു ആ ഡ്യുവറ്റിന്റെ കാര്യം. അപ്പൊ വീണ്ടും മുങ്ങി. പസഫിക് ഓഷനിൽ മുങ്ങി. എന്നിട്ട് പറഞ്ഞു നമുക്ക് ടൈം ഉണ്ടല്ലോ പാടാം എന്ന് പറഞ്ഞു. എന്നിട്ട് ഇപ്പൊ അമേരിക്കയിൽ പോയി മുങ്ങി. ഇനി എന്തോ ചേട്ടാ പണ്ട് ജോലി എന്തായിരുന്നു അറിയോ മീനോട്ടിക്ക്? എന്താ മുങ്ങലായിരുന്നു? അല്ല, പിന്നെ കക്കവർക്കല്ലേ. അതാണോ ഇങ്ങനെ കൂടെ വെള്ളത്തിൽ ഇങ്ങനെ പോകും. പിന്നെ ഇപ്പൊ സാഹചര്യമൊക്കെ ഒത്തു വന്നതാണ്. മീൻസ് കളർ മാച്ച്. എന്താണാവോ ഉദ്ദേശിക്കുന്നത്? ഹേ പാടണം. ഈ പാട്ടോ? അല്ല, ഇതല്ല, വേറെ ഏതെങ്കിലും. നമ്മൾ പാടിയിരിക്കും ഇന്ന്. ശരി, ഓക്കെ. മോൾ ഏത് പാട്ടാ പാടുന്നേ? മിന്നാമിനുങ്ങും മയിൽ കണ്ണിയും. ബ്യൂട്ടിഫുൾ സോങ്. രാജാ സാറിന്റെ അല്ലേ? ഇളയരാജാ സാറിന്റെ. യെസ്. ഡീറ്റെയിൽസ് പറയാം. മൈ ഡിയർ കുട്ടിച്ചാത്തൻ 1984. പാടിയത് യേശുദാസ് സാർ, മ്യൂസിക് ഇളയരാജ സാർ, എഴുതിയത് ബിച്ചു തിരുമല സാർ. നവോദയ ഫിലിംസില് അതിന്റെ പ്രൊഡ്യൂസർ അപ്പച്ചൻ സാറിന്റെ പടമാണ്. അദ്ദേഹമാണ് ഈ പരീക്ഷണങ്ങളൊക്കെ കൂടുതലും ചെയ്തിരിക്കുന്നത്. അന്നത്തെ കാലത്ത് ഈ 3D എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് മോസ്റ്റ് എക്സ്പെൻസീവ് ആണ്. അപ്പോൾ അന്നത്തെ ആദ്യത്തെ മലയാളത്തിലെ 3D ഫിലിം. പിന്നെ കൊട്ടാരക്കര സാറാണ് അതിനകത്ത് എന്തോ ഒരു ദുർമന്ത്രവാദിയായിട്ട് വന്നിരിക്കുന്നത്. ഈ പടം തന്നെ 1997 റിലീസ് ചെയ്തു. ഞാൻ ഡിസ്നി വേൾഡിൽ പോയായിരുന്നു. ഡിസ്നി വേൾഡിൽ പോയപ്പം സാധാരണ എല്ലാ റൈഡ്സിനല്ലേ പോകുന്നത്. ഇത് അവിടെ ഒരു നമ്മുടെ 10 വണ്ടേഴ്സ് ഓഫ് ദ വേൾഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ട്. അത് കയറി കാണണം. അത് നമ്മൾ സീറ്റ് ഇട്ടിട്ട് നമ്മളെ കൊണ്ട് ഏറ്റവും നല്ല ഒരു സംഭവം എന്ന് വെച്ചാൽ നമ്മളെ ചെന്ന് ഇടിക്കുന്നവരെ തോന്നും. 3D അല്ല 4D അല്ല, അതിന്റെയൊക്കെ മേലെ. ഇതില് പെട്ടെന്ന് ഓരോ സ്ഥലങ്ങൾ പോവാണ്. ആഫ്രിക്ക, അങ്ങനത്തെ ഓരോ ഭൂഖണ്ഡ. താജ്മഹൽ വന്നപ്പോഴത്തേക്ക് ഒരു അഭിമാനം തോന്നി. ഭാരത് മാതാ കി ജയ് എന്നുള്ള. കാരണം അത്രയും വലിയൊരു സ്ഥലത്ത് നമ്മുടെ ഭാരതത്തിന്റെ താജ്മഹൽ അതിന്റെ മേളിൽ കൂടെ പോകുന്നതും താഴെ അത് അതിനകത്തൂടെ നമ്മൾ സഞ്ചരിക്കും. 3D എന്ന് പറഞ്ഞപ്പോ ഓർത്താണ്. മക്കളെ സൂപ്പർ സോങ് ആണ്. നല്ല ഓർക്കസ്ട്രേഷൻ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നോക്കിയോ, അതേണ്ട ചക 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 ചകാന്ന് വരും. അല്ലേ? താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
ഡാൻസേഴ്സ്, മോള്, കോറസ്, പിന്നെ കൊഴുന്ന് കേട്ടോ. ഒരു രക്ഷയില്ല എന്റെ അമ്മോ. അസലായിട്ട് വായിച്ചു. ജ്യോതിക്കുട്ടി എന്തോ സൂപ്പറായിട്ട് പാടി. താങ്ക് യു സർ. ചില എക്സ്പ്രഷൻസ് ഒക്കെ വളരെ നന്നായിരുന്നു. ഇതിന്റെ ഇടയ്ക്ക് എവിടാന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ വല്ലാണ്ട് അട്രാക്റ്റഡ് ആയി പോയത് ഓർക്കസ്ട്രയിലാണ്. കാരണം രാജാ സാറിന്റെ ആ എന്താണ് ബീജിയത്തിന്റെ കമ്പോസിങ്, ഇവരുടെ വായന ഇത് കേട്ടപ്പോഴത്തേക്ക് ഞാൻ അങ്ങോട്ട് പോകണോ, മോടെ പാട്ടിൽ പോകണോ, അതിനെ കോറസ് പാടുന്നു അതിൽ പോകണോ, എനിക്ക് എവിടൊക്കെയോ ഞാൻ ഓടി അവസാനം മോടെ അടുത്ത് ഒന്ന് നിന്നു. നന്നായിട്ട് പാടിയിട്ടു. താങ്ക് യു സർ. ഒരു മിസ്റ്റേക്കും ഇല്ല. പക്ഷെ ആ ഒരു പോർഷൻ ഉണ്ടല്ലോ ആ അനുപല്ലവിയിലുള്ള, അതിലെനിക്കൊന്ന് പൂത്ത വാസന്തമോ വസന്തകാല ജാലമോ അവിടെ ജസ്റ്റ് ഒന്ന് പാടോ, ഒന്ന് ഒരു ക്ലാരിറ്റി അറിയാൻ വേണ്ടി. അതിൽ മുങ്ങിപ്പോയി ടോട്ടലായിട്ട് ഈ ഓർക്കസ്ട്രയിൽ. സബാഷ്. അത് മാത്രം എനിക്ക് കറക്റ്റ് ഇതിൽ വന്നോന്ന് ചെറിയ സംശയമുണ്ട്. എനിക്ക് എന്റെ കേട്ടിട്ടുണ്ടായിരുന്നില്ല ഫുൾ ഇങ്ങോട്ട് മ്യൂസിക്. കാരണം മൊത്തം ഇത് കിടക്കല്ലേ, കോറസ് എന്റെ ഇടയിൽ കൂടെ പോണു. പിന്നെ അവര് തക 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 ഓഫ് ബീറ്റിൽ വരുമ്പോൾ ഞാൻ വിചാരിച്ച് താളത്തിൽ എടുക്കുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. അതും കൃത്യമായിട്ട് എടുത്തു. ടോട്ടലി നോക്കുമ്പോഴത്തേക്ക് ഒരു എന്താ പറയുന്നത്, ശരിക്കും നല്ലൊരു സദ്യ കഴിച്ചു പോയി. ബ്യൂട്ടിഫുൾ ആയിട്ട് പാടുകയും ചെയ്തു. എനിക്ക് ഒന്നുകൂടെ ആ ഫസ്റ്റ് ബീജം ഒന്ന് കേൾക്കാൻ തോന്നുന്നു. എനിക്ക് മാത്രമല്ല നിങ്ങൾക്ക് കൂടെ വേണ്ടിയിട്ട് ഞാൻ റിക്വസ്റ്റിംഗ് ദ ടോപ്പ് ബാൻഡ് ടു പ്ലേ വൺസ് അഗൈൻ. തൃപ്തിയായി, മതി. താങ്ക് യു മക്കളെ. ഓ നന്നായിരുന്നു കേട്ടോ. താങ്ക് യു. എന്ത് പറയാനാ, ഞങ്ങള് ആദ്യത്തെ അഭിപ്രായമാണ് ഞങ്ങളുടെ അങ്ങ് അറിയാതെ എഴുന്നേറ്റ് ഒന്ന് കൈകൊട്ടുന്നത് അല്ലേ. പിന്നെ പറയാനാണെങ്കിൽ മോളുടെ എനിക്ക് മറ്റേ പൂ പുന്നാകമോ പൂവാകയോ എന്നുള്ളത് കീഴെ ലോവർ നോട്ട്സിലും മേലെ നോട്ട്സിലുള്ള ഒരു ഷിഫ്റ്റിംഗ്, അത് തീർച്ചയായിട്ടും അവിടെ വേണമെങ്കിൽ ശ്രുതി പോകാം, ഒരു ജെർക്കെങ്കിലും വരാം. പക്ഷെ അതൊന്നുമില്ലാതെ മോൾ എടുത്തു. പ്രത്യേകിച്ച് വസന്തമോ അല്ലേ, ആ സംഭവം കറക്റ്റ് ആയിട്ട് അവിടെ കയറി വന്ന ഒരു പ്രത്യേക രീതിയിലാണ് ഇതിന്റെ റിത്തമും മ്യൂസിക് ബിജിഎം അറേഞ്ച്മെന്റും ഈ പാട്ടിന്റെ. അത് ഇതിന്റെ സത്യം പറഞ്ഞ പാട്ടിനേക്കാളും ഒരു പ്ലസ് ആയിട്ടുള്ള അതിന്റെ ഒരു ഓർക്കസ്ട്രേഷൻ അറേഞ്ച്മെന്റ് എനിക്ക് എപ്പോഴും ഭയങ്കര ഇഷ്ടമാണ് കൂടുതൽ. അപ്പൊ നമ്മുടെ അറിയാതെ ശ്രദ്ധ അങ്ങോട്ട് ഓട്ടോമാറ്റിക്കലി ആയി പോകും. പക്ഷെ മോള് ഞങ്ങളെ മുഴുവൻ അങ്ങോട്ട് വിടാതെ പിടിച്ചു നിർത്തി. അത് ആരുടെ കഴിവാ? എന്റെ. ഓക്കെ, അത് നല്ല രസമുണ്ട്. അപ്പൊ ഇന്ന് ഇത് മോക്ക് ഗിഫ്റ്റ് ആയിട്ട് വെച്ചതാ. പാടാ, അവിടെ ഒന്ന് മേടിച്ചോ. പാട്ട് കഴിഞ്ഞപ്പോ ഇത് എങ്ങനെയെങ്കിലും കിട്ടണച്ചിട്ടായി. അതാണ് ഞാൻ ഇത് വെച്ചിരിക്കുകയായിരുന്നു. കുത്തിപ്പൊട്ടിക്കാനോ? അയ്യോ ഗൗതമിക്കുട്ടി, ഓ ഇന്നത്തെ ഗൗതമിക്കുട്ടിയുടെ പെർഫോമൻസ് കേട്ട് കഴിഞ്ഞതോടുകൂടി ഞാൻ അങ്ങ് ഫിദ ആയിപ്പോയി. ഫിദ, അതായത് ഫിദ ഹോഗയ പറഞ്ഞ അങ്ങ് മയങ്ങിപ്പോയി. അങ്ങനെ നമുക്കൊരു വേർഡ് കിട്ടി, ഫിദ ഹോഗയ. ഫിദ ഹോഗയ അടിപൊളി എന്ന് പറഞ്ഞ പോലെ. അത് എന്തൊരു പവർഫുൾ വോയിസ് അല്ലേ. എനിക്ക് അതാണ് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയത്. ഗായത്രി ഇച്ചിരൂടെ ഹിന്ദി കേൾക്കണം എന്ന് എനിക്ക് താല്പര്യം. ഹമാരി രാഷ്ട്രഭാഷ. അത് സാധാരണ എം ജി സാർ തന്നെ അങ്ങനെ എൻകറേജ് ചെയ്യാറില്ല. ഒരാളെങ്കിലും ഒരു എൻകറേജ് ചെയ്തല്ലോ ഞാൻ ഹിന്ദി പറയുന്നത്. എനിക്ക് എന്റെ അച്ഛനും അമ്മയും ഹമാര പേരൻസ് ഹമാര മാതാ ആദർ പിതാ. പണ്ട് പറഞ്ഞു ഇവിടെ മലയാളിയായിരുന്നു, തൊടുപുഴയായിരുന്നു. ഇപ്പൊ പറയുന്നത് ഇന്ത്യക്കാരാണ്. അല്ലല്ല, ബാക്കി വരുന്നുണ്ട്. എന്തായിരുന്നു? ടീച്ചേഴ്സ് ഹും ഹമാരെ
हमारे को हिंदी नहीं मालूम बिकॉज घर में वो नहीं हिंदी बोलता ഇംഗ്ലീഷ് ആണ്. सो हिंदी नहीं बोलना बट मुझे हमारा പത്ത് ഇംഗ്ലീഷ് ആണ്. हिंदी में बट बोलना आपने बहुत प्रोत्साहन दिया मुझे, इसलिए मैं बहुत प्रोत्साहित हो गई। तो थोड़ा हिंदी में वार्तालाप करेंगे। मैं शुद्ध हिंदी बोलना हाँ शुद्ध हिंदी अशुद्ध हिंदी नहीं। नो नो എന്തൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഒക്കെ. क्या अप्रतिम गाया, क्या गाया, क्या गाया। आया और आपकी आवाज में जो क्या खूबसूरती, क्या you, खूबसूरत आवाज है. താങ്ക് യു ഇത് എവിടുന്ന് കിട്ടി ഇങ്ങനത്തെ ഒരു ശബ്ദം? എന്തായാലും മോളെ എക്സ്ട്രാ ഓർഡിനറി സൂപ്പർലേറ്റീവ് പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു മാം. പിന്നെ ബാൻഡും എല്ലാം കൂടി വന്നപ്പോൾ നമ്മളെല്ലാവരും ഒരു എന്താ പറയാ സ്പേസിലേക്ക് ഒരു റോക്കറ്റിൽ കയറിയ മതി. അതായത് ഈ ഏർത്തിലൊന്നുമല്ല, പറഞ്ഞിട്ട് അങ്ങനെ ഒരു എലിവേറ്റഡ് പെർഫോമൻസ് ആയിരുന്നു. അത്രയ്ക്ക് നന്നായി പാടിട്ടോ. Thank you, ഇതിപ്പോ ma'am. 80s ഒരു ഡിസ്കോ ഇറയാണ് അല്ലെ, അന്നത്തെ ബീറ്റ്സ് ഒക്കെ ഒരു ഡിസ്കോ. അപ്പൊ ആ ഒരു മൂഡ് ശരിക്കും ക്യാപ്ചർ ചെയ്തു. ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. 1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും UG, PG, ഡിപ്ലോമ, MRES വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ, ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ പേജിൽ. www.24studyabroad.com. കുടുംബങ്ങളോടൊപ്പമുള്ള ആത്മബന്ധം. ഫ്ലവേഴ്സ് ആൻഡ് 24 വിശ്വാസത്തിന്റെ ഉറപ്പ്. 24 സ്റ്റഡി അബ്രോഡ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9001900156. കലക്കി മോളെ, ഗോഡ് Thank ബ്ലെസ് you, യു. ma'am. ഇതുപോലെ തന്നെ എല്ലാ പാട്ടും വന്ന് അടിച്ചു പൊളിക്കുക. ഓക്കെ, ഓക്കെ മാം. അപ്പൊ ഗൗതമിക്കുട്ടി, ഓ giving you 100 out of 100. താങ്ക് യു സർ. ആട്ടി ഒരു മൈ ഡിയർ പൂക്കുറ്റി. മുങ്ങല്ലേ. ഡുവറ്റ് വരട്ടെ ഡുവറ്റ് വരട്ടെ ഡുവറ്റ് ഇപ്പോ ഇപ്പോൾ. ഇന്ന് ഈ സെക്കൻഡ്. അല്ല ഇത് പ്ലാൻ ചെയ്ത് നമുക്ക് നന്നായി എടുക്കാം. അപ്പൊ മോക്ക് പറ്റിയ ഒരു പാട്ട് അങ്കിള് ആലോചിച്ച് പറയാം കേട്ടോ. ഓക്കെ, നമ്മൾ പാടിയിരിക്കും. പാടണം. ഓക്കെ ഓക്കെ, All the best. ബൈ ബൈ Bye bye. ബൈ ബൈ.